കോഴിക്കോട് നഗരത്തിലുണ്ടായ തീപിടുത്ത വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ തിരികെ എത്തുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം കാര്യമായി തുടരുക തന്നെയാണ് ഫയർഫോഴ്സ് സംഘം. അതുകൂടാതെ തന്നെ ഇവിടുന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ആളുകളെ എല്ലാം പോലീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ജനങ്ങളെ എല്ലാം ഒഴിപ്പിച്ച് മാറ്റിയിരിക്കുകയാണ്. അതീവ നിയന്ത്രണം, അതീവ ജാഗ്രതയോട് തന്നെയാണ് ഈ ഒരു ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാർത്തു, ഈ രീതിയിൽ തീ പടരുന്നൊരു സാഹചര്യത്തിൽ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ആ മേഖലയിലാകെ നൽകിയിരുന്നു. കൂടാതെ ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒഴിപ്പിച്ചിരുന്നു. എന്തായാലും വലിയ രീതിയിൽ തന്നെ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ ഒരു ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായി കഴിഞ്ഞു എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. വലിയ രീതിയിൽ തന്നെ ഒരു തീപിടുത്തം ഈ വലിയ രീതിയിൽ തന്നെ കത്തി അമരുന്നൊരു സാഹചര്യത്തിൽ ആളുകളെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റാനായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളൊരു കാര്യം. കൂടാതെ ഈ നിലവിലവിടെ മണ്ണുമാന്തി യന്ത്രവും എത്തിച്ചുകൊണ്ട് കടകളുടെ ഷീറ്റുകളും ഭിത്തികളടക്കം പൊളിച്ച് അതിലൂടെ വെള്ളം അകത്തേക്ക്, അതായത് തീയുള്ള ഭാഗത്തേക്ക് വെള്ളമടിച്ച് അവിടെ തീ കെടുത്തുന്നൊരു രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. കൂടുതൽ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് വെള്ളം ചീറ്റിക്കുന്ന രീതിയാണ്. ഫൈബർ ഗ്ലാസ് അടക്കം അവിടുത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കെട്ടിടങ്ങളുടെ ഭിത്തികൾ, ഫൈബർ ഗ്ലാസ് ഉൾപ്പെടെയുള്ള ഷീറ്റുകൾ അടക്കം അവിടുന്ന് മാറ്റി അവിടെ വെള്ളം ചീറ്റിച്ച് തീ കെടുത്തുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും മൂന്നാം നിലയിൽ, അതായത് ആ മൂന്നാം നിലയിൽ ഇപ്പോഴും തീ ഉണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അവിടെ അഗ്നിശമന സേന അംഗങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. അവിടെ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തന്നെ കൂടുതൽ സംഘങ്ങൾ, അതായത് കൂടുതൽ അഗ്നിശമന സേന യൂണിറ്റുകൾ അവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോടല്ല മലബാർ മേഖലയിൽ ആകെയുള്ള മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളോടും സ്ഥലത്തേക്ക് എത്താനായി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നൊരു സാഹചര്യമുണ്ട്. കൂടാതെ അവിടെ എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് അവിടെ എത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു തീവ്രമായൊരു ശ്രമം ഉണ്ട്. അതിൻ്റെ ഫലമായി തന്നെ കുറേ ഭാഗങ്ങളിലെല്ലാം തന്നെ തീ അണയ്ക്കാനായി കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരമായുള്ള ഒരു കാഴ്ച. എന്തായാലും 3 നില കെട്ടിടത്തിൻ്റെ ഒരു 2-3 നിലകളിലാണ് ആദ്യം തീ ഉണ്ടായത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കഠിനമായ ശ്രമം തന്നെയാണ് തുടരുന്നത്. കൂടാതെ ഭാഗികമായി തീ നിയന്ത്രണ വിധേയമായി എന്ന രീതിയിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ, അല്ലെങ്കിൽ വിവരങ്ങൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആ രീതിയിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. തീ ഭാഗികമായി നിയന്ത്രണ വിധേയമായി എന്ന ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അവിടെ 3-ാം നിലയിലുണ്ട്. 3-ാം നിലയിൽ ചിലയിടങ്ങളിൽ തീ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്തി, അവിടെ നേരിട്ടെത്തി അവിടുന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഈ സമീപത്തെ ഒരു മരുന്ന് ഗോഡൗൺ ഉണ്ടായിരുന്നു. അവിടേക്കും തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെയും അവിടെ പടർന്ന തീയും പൂർണ്ണമായും കെടുത്താനായി, അല്ലെങ്കിൽ അണയ്ക്കാനായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായുള്ള കാര്യം. എന്തായാലും 3-ാം നിലയിൽ ഇപ്പോഴും തീ ഉണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ആ തീ പടരുന്നത്, അവിടെ തീ കെടുത്താനുള്ള ശ്രമം, തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ കൂടുതൽ വലിയൊരു ഇടപെടലുണ്ടായി എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ജനങ്ങളെ ആകെ അവിടെ നിന്ന് മാറ്റാനായി കഴിഞ്ഞു എന്നതാണ് ഒരു പ്രധാനമായും പറഞ്ഞ കാര്യം. കൂടാതെ ഒരു ജാഗ്രതാ നിർദ്ദേശമടക്കം അവിടെ മേഖലയിലാകെ നൽകിയിരുന്നു. ആ രീതിയിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ എത്തിച്ചാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. ഒരു ടെക്സ്റ്റൈൽസ് കെട്ടിടമാണ് അവിടെ കത്തി നശിച്ചത് എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. യൂണിഫോം അടക്കമുള്ള ഒരു മൊത്ത വ്യാപാര കേന്ദ്രമായിരുന്നു അത്. അവിടെ വലിയ രീതിയിൽ നഷ്ടമുണ്ടായി എന്നതാണ് വ്യാപാരികളടക്കം പറയുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം എത്തി 5 മണിക്കൂറിലും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്തായാലും 4:45 ശേഷമാണ്, വൈകിട്ട് 4:45 ശേഷമാണ് ഈ രീതിയിൽ തീ പടർന്നതെന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ യൂണിറ്റുകൾ എത്തി ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള, പൂർണ്ണമായും തീ നിയന്ത്രിക്കാനുള്ള ശ്രമം ഇപ്പോഴും
തുടരുകയാണ്. എന്തായാലും സമീപ കെട്ടിടങ്ങളിലേക്കെല്ലാം തന്നെ തീ പടരുന്നൊരു സാഹചര്യം, സമീപത്തെ കടകളിലേക്ക് പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. കൂടാതെ AC യൂണിറ്റ് എല്ലാം തന്നെ ഉണ്ട്, അതിലേക്ക് തീ കയറി പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ രീതിയിൽ ഉള്ള ആശങ്കകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം, പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമെല്ലാം ആദ്യം ഉണ്ടായിരുന്നു, അതിലെല്ലാം ചെറിയൊരു ശമനം ഉണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഭാഗികമായി തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 3ാം നിലയിൽ തീ ഇപ്പോഴുമുണ്ട്, അത് അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും ഫയർഫോഴ്സ് തുടരുകയാണ്. ഇതോടൊപ്പം മേഖലയിലാകെ വലിയ രീതിയിലുള്ള നഗരത്തിലാകെ ഒരു കറുത്ത പുക ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഇതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം. വലിയ രീതിയിൽ തന്നെ വലിയ പുക ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇതോടൊപ്പം ഉള്ളൊരു കാര്യം. എന്തായാലും നിലവിൽ അവിടെ ഈ ഊർജിതമായി തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാർത്തു, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഈ ആദ്യഘട്ടങ്ങളിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാതെ പോയത് ഈ കെട്ടിടത്തിന് ചുറ്റും അനുമതിയില്ലാതെ നിർമ്മിച്ച പ്ലാസ്റ്റിക് ബോർഡുകളും അതുപോലെ പരസ്യ ബോർഡുകളും തന്നെയാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ആ രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ തകര ഷീറ്റുകളും ഫ്ലെക്സ് ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഈ തീ അല്ലെങ്കിൽ തീ പടരുന്നൊരു ഘട്ടത്തിൽ വെള്ളം അതിന് ഉള്ളിലേക്ക് ചീറ്റിക്കാനായി കഴിഞ്ഞിരുന്നില്ല എന്നൊരു കാര്യം കൂടെ പറയുന്നു. അത് ഒരു വശത്ത് നിന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തേക്ക് തീ ആളിപ്പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതിരുന്നു. അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ തീ പടരുന്നതിന് കൂടുതൽ കാരണമായി അവിടെ ഒരു താമസമുണ്ടായി എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ജെസിബികൾ എത്തിച്ച് അവിടുത്തെ ഈ തകര ഷീറ്റുകൾ അതോടൊപ്പം തന്നെ പൊളിച്ച് ഈ ഭിത്തികളെല്ലാം തന്നെ തകർത്ത് ആണ് വെള്ളം അകത്തേക്ക് ചീറ്റിച്ചത്. എന്തായാലും അശാസ്ത്രീയ നിർമ്മിതികൾ അവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത് ആ രീതിയിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് കാർത്തു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഈ ജെസിബി എത്തിച്ച് ഈ കടകളുടെ ഭിത്തികൾ അടക്കം തകർത്ത്, അല്ലെങ്കിൽ ഈ ഗ്ലാസുകളുണ്ട്, ഫൈബർ ഗ്ലാസുകളെല്ലാം ഉണ്ടായിരുന്നു കടകൾക്ക് സമീപത്തായി അല്ലെങ്കിൽ കടകളിലായി. ആ ഗ്ലാസുകൾ തകർത്തിട്ട് അതിന് അകത്തേക്കായി വെള്ളം ചീറ്റിക്കുന്നൊരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ ആ രീതിയാണ് തുടർന്നത്. എന്തായാലും ആ ഒരു രീതി തുടർന്നുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാനായി കഴിഞ്ഞിരുന്നു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തീയുടെ ഈ ആളിക്കത്തുന്നൊരു സാഹചര്യം ഒഴിവാക്കാനായി കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ തീ ആളിപ്പടരുന്നൊരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായി. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു ശമനം ഉണ്ടായെന്നതാണ് പറയാൻ കഴിയുന്നൊരു കാര്യം. ഭാഗികമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3ാം നിലയിൽ തീ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത് അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കാർത്തു, അതുപോലെ തന്നെ ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മറ്റൊരു സ്ഥലങ്ങളിലേക്കും പടരുന്നില്ല എന്നതാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? നിലവിൽ 3ാം നിലയിലാണ് തീ ഉള്ളത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ അവിടെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 3ാം നിലയിൽ അവിടെ ആ 3ാം നിലയിൽ തീ നിയന്ത്രണം വിധേയമാക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അവിടെ കൂടുതൽ ആളുകൾ ഉദ്യോഗസ്ഥർ അതിന് 3ാം നിലയിലേക്ക് എത്തി അവിടെ വെള്ളം ചീറ്റിച്ച് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഒരു 5 മണിക്കൂറോളമായി ഈ രീതിയിൽ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്തായാലും വളരെ വലിയൊരു ആഘാതം തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അവിടെ മേഖലയിലാകെ ഈ സമീപത്തെ കടകളിലേക്കും തീ പടരുന്നൊരു സാഹചര്യമുണ്ടായി. മേഖലയിലാകെ പുക പടർന്ന് ഒരു കറുത്ത പുക അവിടെ എല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. ആ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ആഘാതം തന്നെയാണ് തീപിടുത്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായത്. അവിടെ ആശ്വാസം എന്ന് പറയുന്നത് ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഏറെ ആശ്വാസമുള്ളൊരു കാര്യം. അത് വലിയ രീതിയിലുള്ളൊരു ആശ്വാസം തന്നെയാണ് ആളപായം ഉണ്ടായില്ല എന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘാതം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. കൂടാതെ ആ സമീപ കടകളിലേക്കെല്ലാം തന്നെ തീ പടരുന്ന സാഹചര്യം ഉണ്ടായി. വളരെ തീവ്രമായൊരു പരിശ്രമം ഇപ്പോഴും ആ തീ കെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും നടക്കുകയാണെന്നതാണ് മനസ്സിലാക്കുന്നത്. കാർത്തു, അതുപോലെ ഉണ്ണി മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണെങ്കിലും ഈ കെട്ടിടം പൂർണ്ണമായും കത്തി അമർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് അവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾക്കാണ്. അവരുടെ അവസ്ഥ ഇനി ഒരു തീക്ഷ്ണമായ കാര്യത്തിലേക്കായിരിക്കും പോവുക. അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കാം?
കാർത്തു, ഇക്കാര്യത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ തന്നെ വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞത്, നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യം, എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നതാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയൊരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ആളപായമില്ലാത്തത് വലിയ ആശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ നഷ്ടം വ്യാപാര സമൂഹത്തിനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി തന്നെ നമ്മുടെ റിപ്പോർട്ടർ മന്ത്രിയോട് ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വ്യാപാര സമൂഹത്തെ സർക്കാർ കൈവിടില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അവർ വലിയ രീതിയിലുള്ള നഷ്ടമെല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അവരെ കൈവിടില്ല എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. എന്തായാലും വലിയ നഷ്ടം ആ മേഖലയിൽ അവിടെ സ്ഥാപനം നടത്തിയിരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഉണ്ടായി. നേരത്തെ വ്യാപാരികൾ പ്രതികരിച്ചൊരു കാര്യം, ഈ കത്തി നശിച്ചത് യൂണിഫോമുകളുടെ മൊത്ത വിതരണ സ്ഥാപനമാണ് എന്നാണ് പറഞ്ഞത്. അത് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, അതാണ് കത്തി നശിച്ചത്. എന്തായാലും വലിയൊരു നഷ്ടം, കോടികളുടെ നഷ്ടം തന്നെയാണ് ഉണ്ടായതെന്നാണ് ആ വ്യാപാരികൾ നമ്മളോട് വ്യക്തമാക്കിയ കാര്യം. അതിന് പിന്നാലെയാണ് വനമന്ത്രി പറഞ്ഞത് വ്യാപാര സമൂഹത്തെ സർക്കാർ കൈവിടില്ല എന്ന കാര്യം. എന്തായാലും വലിയൊരു നഷ്ടം അവിടെ വ്യാപാരികൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്നു. എന്തായാലും വ്യാപാരികളെ സർക്കാർ കൈവിടില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും നിലവിൽ അവിടെ വലിയ രീതിയിൽ തന്നെ ഒരു തീവ്രമായ ശ്രമം തന്നെ തുടരുകയാണ്. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാർത്തു, ശരി, കോഴിക്കോട് നഗരത്തിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് ഇപ്പോഴും തുടരുകയാണ്. കെട്ടിടത്തിന്റെ 3-ാം നിലയിലാണ് ഇപ്പോൾ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറവും കണ്ണൂരും അടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തി അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.